കേരള രാഷ്ട്രീയം എങ്ങോട്ട് ഇതൊരു ഇലക്ഷൻ ചർച്ചയാണ്. അപ്പോൾ അവരുടെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ജോൺസൺ കെ ഡി, അബ്ദുൾ മജീദ്, ജോസ് മുത്തേടൻ, മുരളീധരൻ ആളൂർ. ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം തന്നെ ഒന്നും പറയുന്നില്ല, കാരണം എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ എന്താ രാഷ്ട്രീയത അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ പറയാൻ കഴിവുള്ള ആളുകളും ഇവിടെ നമ്മുടെ വേദിയിലുണ്ട്. ജോൺസൺ കെ ഡി ആണെങ്കിൽ സ്ഥിരമായി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കേരള രാഷ്ട്രീയം എങ്ങോട്ട് എന്ന് ചർച്ച ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ മജീദ് സാർ, അദ്ദേഹം റാഡിക്കൽ ഹ്യൂമനിസ്റ്റാണ്, അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ജോസ് മുത്തേടൻ സ്വതന്ത്ര ചിന്തകനാണ്, ഒരു വ്യവസായിയാണ്, അദ്ദേഹമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാംസിലും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന, നമ്മോടൊപ്പം ചേരുന്ന മുരളീധരൻ ആളൂർ ഉണ്ട് ഇവിടെ. അദ്ദേഹം ഒരു എക്സ് മിലിറ്ററിയാണ്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകനാണ്, സ്വതന്ത്ര ചിന്തകനാണ്. ഞാൻ ആദ്യമായിട്ട് ക്ഷണിക്കുന്നത് ശ്രീ ജോൺസൺ കെ ഡിയാണ്. അല്ല, ഈ ഇലക്ഷനിൽ ഏത് പാർട്ടി അധികാരത്തിൽ വരുന്നതാണ് ജോൺസൺ കെ ഡി? താങ്കളുടെ അഭിപ്രായം? ഇപ്പോൾ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു ചെറിയൊരു എഡ്ജ് യു ഡി എഫിനുണ്ടെന്നാണ് നമ്മൾ കാണുന്നത്. ചെറിയൊരു എഡ്ജ്, അതാണ് പ്രഥമ ദൃഷ്ട നമുക്കിതിൽ പറയാൻ പറ്റുന്ന കാര്യം. അത് യു ഡി എഫിൻ്റെ ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ അല്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചോദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ തുടരണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് കേരളത്തിൻ്റെ മുന്നിലുള്ളത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിൻ്റെ ജനങ്ങൾ പറയും. അതിൽ ഒരുപക്ഷെ യു ഡി എഫിന് അനുകൂലമാവാം, ചില സ്ഥലങ്ങളിൽ അത് ബി ജെ പിക്ക് അനുകൂലമാവാം. പല സ്ഥലങ്ങളും എൽ ഡി എഫിന് ശക്തമായ സംഘടനാ ശക്തിയും കാര്യങ്ങളുള്ളതുകൊണ്ട് അവർക്ക് തന്നെ പല സ്ഥലങ്ങളും പിടിച്ചു നിൽക്കാനും സാധിക്കും. ചെറിയൊരു മാർജിനിൽ യു ഡി എഫ് ജസ്റ്റ് കയറി വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനുകളിലുണ്ടായ സ്ഥിതി ആവർത്തിക്കില്ല എന്നാണ് ജോൺസൺ പറയുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഇപ്പോൾ 14 ജില്ലകളാണ് നമ്മളിവിടെ ഉണ്ടായിരുന്നത്. ഈ 14 ജില്ലകളിൽ 6 ജില്ലകളിൽ എൽ ഡി എഫിനാണ് ആധിപത്യം ഉണ്ടായിട്ടുള്ളത്, 8 ജില്ലകളിൽ യു ഡി എഫിനാണ് ആധിപത്യം ഉണ്ടായത്. പക്ഷേ നമ്മൾ ഈ 6 ജില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് തിരുവനന്തപുരം ജില്ല, അവിടെ സീറ്റിൻ്റെ എണ്ണം 14ആണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കൊല്ലം ജില്ല, തൃശ്ശൂർ ജില്ല, പാലക്കാട് ജില്ല, കണ്ണൂർ ജില്ല, ആലപ്പുഴ ജില്ല, ഈ 6 ജില്ലയിൽ തന്നെ 70 നിയമസഭാ സീറ്റാണ്. കാരണം 8 ജില്ലകൾ അപ്പുറത്തുണ്ടെങ്കിലും അവിടെ വയനാട് 3 നിയമസഭാ സീറ്റ്, ഇടുക്കിയിൽ 5, പത്തനംതിട്ടയിൽ 5, അപ്പോൾ 3 ജില്ലയിൽ കൂടി 15. അപ്പോൾ ഇത്ര പക്ഷേ ജില്ലകളുടെ എണ്ണം നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണെങ്കിലും ഉള്ള സ്ട്രെങ്ത്ത് ഈ 6 ജില്ലകളിൽ തന്നെ 70 സീറ്റിൽ എൽ ഡി എഫിൻ്റെ നില വളരെ ശക്തമാണ്. അതുകൊണ്ട് മൊത്തം ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, വാർഡൊക്കെ നോക്കുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണെങ്കിലും എം എൽ എമാരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിന് എന്താ പറയുക അത്ര അധികം പുറകിലല്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ബിരിയാണി കടയാണല്ലോ, കടയിൽ കുറേ ആളുകൾ വരും. അപ്പോൾ അവരോടൊക്കെ ചോദിക്കാറുണ്ടോ അങ്ങനെ എങ്ങനെയുണ്ടെന്ന്? രാഷ്ട്രീയം ചോദിക്കാറുണ്ടല്ലോ. ഇല്ല, അതിൽ പല വിഭാഗക്കാർ വരും. ഏത് പാർട്ടിക്കാർ വരുമ്പോഴും നമ്മൾ വിശദമായിട്ട് പറയും. നിങ്ങൾക്കിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഏത് ജില്ല വെച്ചിട്ട് ഏത് മണ്ഡലം വെച്ചിട്ട് ചോദിച്ചോ, എല്ലാം റെഡി. പൊതുവെ ഈ വരുന്ന ആളുകൾ ചേഞ്ച് ഉണ്ടാവുമെന്ന് പറയുന്നവരാണോ കൂടുതൽ? അല്ല, ഭൂരിപക്ഷം ആളുകൾ ചേഞ്ചാണ് പറയുന്നത്, സർക്കാർ മാറുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാറുമെന്ന് പറയുന്നവരെയും ചെല്ലി 100 കിട്ടും, 110 കിട്ടുന്നു. പക്ഷെ നമ്മൾ അതിൻ്റെ ത്രെഡ് നോക്കി കഴിഞ്ഞാൽ ഈ സാധ്യത കാണുന്നില്ല. മാറും എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരിക്കലും ഈ 100, 110 റേഞ്ചിലേക്ക് വരാൻ ചാൻസ് ഇല്ലെന്ന്. കാരണം നമ്മൾ കാസർഗോഡ് ജില്ല 5 സീറ്റുള്ളത്, അവിടെ ഇപ്പോൾ മാക്സിമം ഒരു 3 സീറ്റിന് സാധ്യതയാണ്. നിങ്ങൾ കണക്ക് വേണമെങ്കിൽ എണ്ണിക്കോട്ടെ, യു ഡി എഫിന് സാധ്യത വരാൻ ചാൻസ് ഉള്ളത് 3 സീറ്റ്. മഞ്ചേശ്വരം, പിന്നെ ഉദുമ, പിന്നെ കണ്ണൂർ ഓൾറെഡി ഉള്ള സീറ്റുകൾ ഓൾറെഡി ഒരു 4 എണ്ണം വരെയാണ്. 4 എന്നുള്ളൊരു പക്ഷേ 5 ഒന്നേലൊരു 4 നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വയനാട് ഒരു 3 കൂട്ടിക്കോ. പിന്നെ മലപ്പുറം ജില്ലയിലാണ് 16 ഉള്ളത്. ഈ 16ൽ യു ഡി എഫിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ 14 വരെ കിട്ടാമെന്ന് പ്രതീക്ഷിക്കാം. ഏത് 2 സീറ്റ് പോവുക? അത് ഒന്ന് പൊന്നാനി, പിന്നെ തവനൂര് ആണ്. ഒരു തവനൂര് എന്ന് പറഞ്ഞാൽ ജയിലിൽ നിൽക്കണം, ജോയി നിൽക്കണോട്. അത് വിട്ട് നമ്മൾ പാലക്കാട് കഴിഞ്ഞ ഓട്ടം കിട്ടിയുള്ള ഒരു 4 സീറ്റാണ് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്.
പിന്നെ നമ്മൾ ഈ തൃശ്ശൂർ ജില്ല എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 13. ഇപ്പോഴത്തെ കണ്ടീഷനിൽ തൃശ്ശൂരും ചാലക്കുടിയാണ് ഉറപ്പുള്ളത്. പിന്നെ നമുക്ക് മണലൂർ പിടിക്കാം, അല്ലെങ്കിൽ നാട്ടിക പിടിക്കാം, ഒല്ലൂർ പിടിക്കാം, ഇരിഞ്ഞാലക്കുട പിടിക്കാം, വടക്കാഞ്ചേരി പിടിക്കാം എന്നൊക്കെ പറയാം. പക്ഷെ അതൊന്നും ഉറപ്പില്ല. ഒല്ലൂർ പിടിക്കാന്ന് UDF തന്നെ പറയുന്നില്ലല്ലോ. ഇല്ല, അതെന്താ വെച്ചാൽ അവിടെ ഈ അഡ്വക്കേറ്റ് ഷാജി അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പുള്ളിയുടെ 30 വർഷത്തെ ഒരു ബന്ധം വെച്ചിട്ട് വ്യക്തിബന്ധങ്ങളുള്ളതുകൊണ്ട് ഒരു LDF കിട്ടിക്കൊണ്ടിരുന്ന ഒരു 5000 വോട്ട് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ സാധിച്ചാൽ ആ മണ്ഡലത്തിൽ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ചാൻസ്. ഈ ഷാജിക്ക് എങ്ങനെ പത്ര വലിയ ബന്ധം? അയാൾ പാലിയക്കര ടോളിനെതിരെ കേസ് കൊടുത്തു എന്നുള്ളതാണ്. അല്ല, അത് മാത്രമല്ല, ആള് അഡ്വക്കേറ്റ് ആണല്ലോ. എന്തായാലും ഒരു സാധാരണ അഡ്വക്കേറ്റ് രാഷ്ട്രീയക്കാരനോട്ട് പ്രവർത്തിക്കുന്നൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റെടുത്ത ആൾക്കാർ കേസ് ആൾക്ക് വക്കാലത്ത് കൊടുത്തവരൊക്കെ ആളുടെ ശത്രുക്കളാവാറല്ലേ വഴി. ഇതിലല്ല നമ്മൾ പറഞ്ഞതേ, നിലവിൽ അവിടുത്തെ വോട്ട് ബേസ് ഇല്ലേ രാജന്, ആ വോട്ട് ബേസ് ഒരു 5000 വോട്ട് എക്സ്ട്രാ പിടിച്ചാൽ അത് വ്യക്തിപരമായിട്ട് നമുക്കിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ 5000 വോട്ട് എനിക്ക് പറ്റുമെന്ന് പിടിക്കാൻ. അപ്പം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു 5000 വോട്ട് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ 10000 വോട്ടിൻ്റെ അമിത പ്രതീക്ഷയാണ്. അമിത പ്രതീക്ഷ അല്ല, ഞാൻ ജയിക്കുന്നു പറഞ്ഞില്ലേ. ഞാനേ ഒല്ലൂര് രാജൻ തോൽക്കുന്നു. അല്ല, ജയിക്കുന്ന അപൂർവം മന്ത്രിമാരിൽ ഒരാളാണ് രാജൻ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മളെ പറഞ്ഞില്ലേ തൃശ്ശൂർ 2 സീറ്റ് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഒരു പക്ഷേ കിട്ടാന്ന് അങ്ങനെ. പിന്നെ ഈ കോഴിക്കോട് ജില്ലയാണ് UDF ഒരു നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം LDF കിട്ടിയിട്ടുള്ളതിൽ വിട്ട് ഒരു അനുകൂല സാധ്യത നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ വട്ടം അവിടെ വരില്ലെണ്ണാവുന്ന സീറ്റിന് വരെ ഒരു പക്ഷേ 8 സീറ്റ് വരെയൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പിന്നെ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം വിട്ട് 1-2 സീറ്റിനുള്ള സാധ്യതയുണ്ട്. കോട്ടയത്ത് കഴിഞ്ഞ പ്രാവശ്യം വിട്ട് 2-3 സീറ്റിന് സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ ഒരു 2 സീറ്റിന് എക്സ്ട്രാ, കൊല്ലത്ത് 2 സീറ്റ് എക്സ്ട്രാ, തിരുവനന്തപുരത്ത് 1-2 സീറ്റ് കൂടുതൽ. ഇങ്ങനെയൊക്കെ വന്നാലും ഒരു 72 മുതൽ 78 ഈ റേഞ്ചിലേക്ക് നിൽക്കുള്ളൂ. നിങ്ങൾ കണക്കൂട്ടി നോക്കി അറിയുന്നത്. അല്ലാണ്ട് ഒരിക്കലും ഒരു 100-110 എന്നുള്ള റേഞ്ചില്ല. പിന്നെ ഉണ്ടെങ്കിൽ ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത ഇതാണ്. ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോളൂ. കാരണം കേരളത്തിലെ BJPക്ക് ശക്തിയുള്ള സ്ഥലങ്ങൾ ഒന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, പത്തനംതിട്ട ഈ ജില്ലകളിൽ ശരിക്കും BJP ശക്തമായി മത്സരിക്കുകയാണെങ്കിൽ BJP ലക്ഷ്യം വയ്ക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടാണ് BJPക്ക് കിട്ടാനുള്ള സാധ്യത. ന്യൂനപക്ഷ വോട്ടുകൾ ഇപ്രാവശ്യം ഭൂരിപക്ഷം UDFിലേക്കാണ് വരുന്നത്. അപ്പോൾ LDFിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടാണ്. ഈ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകൾ BJPയും LDFും തമ്മിലടിച്ച് മാക്സിമം പിടിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൊണ്ട് UDFിന് ഒരു സാധ്യത. അങ്ങനെയാണ് ഈ ഒരു 100-110 ലൈനിലേക്ക് വരുള്ളൂ എന്ന്. അതുകൊണ്ട് UDFിൻ്റെ സ്ട്രെങ്ത് കൊണ്ടോ കഴിവുകൊണ്ടോ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം ജില്ല എടുത്തോ, UDFിന് എണ്ണം നമ്മൾ 13 സീറ്റിൽ അവിടെ BJP LDF ആയിട്ടാണ് ശരിക്കും ഫൈറ്റ് വരിക പല മണ്ഡലത്തിലും. അതിൻ്റെ ഇടയിൽ കൂടെ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടി കയറി വന്നെങ്കിലാണ് അവിടെ ചാൻസ്. ഇതേപോലെ തന്നെയാണ് കൊല്ലം, ആലപ്പുഴ, ഇങ്ങനെ ഓരോ ജില്ലയിലും ഇങ്ങനെയാണ്. ഇതാണ് സാധ്യത. ഇതിൽ ഇങ്ങനെ ഒരു സാധ്യതയിലാണ്ട് ഒരിക്കൽ UDFിൻ്റെ കഴിവുകൊണ്ടോ ശക്തി കൊണ്ടോ നേതൃത്വത്തിൻ്റെ കഴിവുകൊണ്ടോ ഇവരുടെ നയം കൊണ്ടോ നിലപാട് കൊണ്ടോ നേതാക്കളുടെ കഴിവുകൊണ്ടോ ഒരു സാധ്യതയില്ല എന്നാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. അബ്ദുൾ മജീദ് സാർ തന്നെ അവിടെ അഭിപ്രായം പറയൂ. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതിനെ കുറിച്ചൊന്നുമില്ല. ഞാൻ സത്യത്തിലൊരു ഗതികേടിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ആർക്കാണ് ഞാൻ വോട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് വോട്ട് ചെയ്യാൻ കൊള്ളാവുന്ന ഒരൊറ്റ പാർട്ടി ഇവിടെ ഇല്ല, ഒരൊറ്റ മുന്നണിയില്ല. അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ എന്താ ഞാൻ നിങ്ങളോട് പറയേണ്ടത്, ഞാനൊരു റാഡിക്കൽ ഹ്യൂമനിസ്റ്റാണ്. റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാതന്ത്ര്യത്തിൻ്റെ കാമുകരാണ് റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് എന്ന് പറയുന്നത്. വി ആർ ലവേഴ്സ് ഓഫ് ഫ്രീഡം. എന്താണ് ഈ റാഡിക്കൽ ഹ്യൂമനിസ്റ്റുകളുടെ പരിപാടി എന്ന് ചോദിച്ചാൽ യുക്തിവാദത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്താ പദ്ധതിയാണത്. അതിൻ്റെ ഇപ്പോൾ സാധാരണ യുക്തിവാദി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കുന്നത്, നാസ്തിക്യം പറയുന്ന ആളുകളെ ഒക്കെ യുക്തിവാദികളിൽ നിന്ന് ഒരു തെറ്റിദ്ധാരണയോടുകൂടി പറയാറുണ്ട്. യുക്തിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാസ്തികരായ ആൾക്കാരാണെങ്കിൽ ഓക്കെ, അങ്ങനെ അല്ലാതെ നാസ്തികരുണ്ട്. എന്തായാലും ഈ റാഡിക്കൽ ഹ്യൂമനിസ്റ്റുകളെ വ്യത്യസ്തരാക്കുന്നത് എന്താ പറയുക, ദൈവ ചിന്തയിലും അല്ലെങ്കിൽ മത സംബന്ധിയായ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചോ വ്യക്തി ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ രാഷ്ട്രീയ ജീവിതത്തിലോ അങ്ങനെ മനുഷ്യനെ സംബന്ധിക്കുന്ന എല്ലാ മേഖലകളിലും
യുക്തിചിന്ത വ്യാപരിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുക്തിചിന്താ പദ്ധതിയിലൂടെ കിട്ടുന്ന നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിതം പുനർനിർമ്മിക്കുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്യണം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. ഇത്രയും പറഞ്ഞു വെച്ച ആമുഖം പറഞ്ഞ് ഞാൻ ആ കാര്യം ഇവിടെയാണ്. അപ്പോൾ ആർക്കാണ് വോട്ട് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഈ രാഷ്ട്രീയ രംഗത്തെ യുക്തിസഹമായി വിശകലനം ചെയ്യുന്ന ഒരു അവസ്ഥ വേണമല്ലോ. എം എൻ റോയ് ഒരു 10-22 തീസിസ് റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ പോയിൻ്റുകളായിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് കാലമായി. അത് കഴിഞ്ഞ് കാലം കുറേ കഴിഞ്ഞു. ഇന്നത്തെ അവസ്ഥ നേരിടേണ്ടത് എന്നെ പോലെയുള്ള പാവം മനുഷ്യരാണ്. ആ വീക്ഷണത്തിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം 20-ാം നൂറ്റാണ്ട് നമുക്ക് സംഭാവന ചെയ്ത ഒരു ചരിത്രമുണ്ട്. എന്താണ്? യുക്തിബോധത്തിനെതിരായി അല്ലെങ്കിൽ യുക്തിവാദ സംസ്കാരത്തിനെതിരായി 2 ധാരകളാണ് വളർന്നു വന്നത്. ഒന്ന് വൾഗർ മെറ്റീരിയലിസത്തിൻ്റെ കമ്മ്യൂണിസം, മറ്റേത് ഒരു സ്പിരിച്വലിസ്റ്റ് ഫാസിസം. ഒന്ന് നമ്മൾ സോവിയറ്റ് റഷ്യയും അതുപോലുള്ള രാജ്യങ്ങളിലൂടെയൊക്കെ കണ്ടു. മറ്റേത് നമ്മൾ ഇറ്റലി, ജർമ്മനി തുടങ്ങിയുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ അവസ്ഥ കണ്ടു. 20 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ഇന്നിപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വീക്ഷണത്തിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ യുക്തിവാദികൾ തോൽപ്പിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഒരു മുന്നണി എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ LDF എന്ന് പറയുന്ന ഇടത് ജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, റാഡിക്കൽ ഹ്യൂമനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം യുക്തിവാദത്തിനെതിരെ നിൽക്കുന്ന ഒരു സംഘടിത ശക്തി എന്നുള്ള നിലക്ക് LDF പരാജയപ്പെടേണ്ടതാണ്. അതുകൊണ്ട് LDFന് വോട്ട് ചെയ്യാൻ വയ്യ. ഇനിയിപ്പോൾ ഫാസിസ്റ്റ് ശക്തി എന്ന് പറഞ്ഞാൽ BJP വളരെ ശക്തമായി കേരളത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ മോദി കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ്റെ മുമ്പ് പറഞ്ഞത് താൻ സാധാരണ മനുഷ്യജീവിയല്ല, ഏതോ ഒരു അദൃശ്യ ശക്തിയാണ് തന്നെ ചലിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇലക്ഷൻ നേരിട്ട്. എന്തോ നല്ല കാലത്തിന് BJPക്ക് മാത്രമായി ഭൂരിപക്ഷം കിട്ടുന്നൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ചർച്ച പോലും ഇവിടെ നടത്താൻ സാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനെതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ യുക്തിബോധത്തിനെതിരായി നിൽക്കുന്ന മറ്റൊരു പ്രധാന ശക്തിയായ NDA എന്ന് പറയുന്ന BJP ഹിന്ദുത്വ ശക്തികൾക്കും എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ പിന്നെ ഏതായുള്ള കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു NDA എന്ന് പറയുന്ന സാധനം, എന്താ അവരുടെ ട്രാക്ക് റെക്കോർഡ്? ഇന്നുള്ള സകല മനുഷ്യാവകാശത്തിനെതിരായുള്ള നിയമങ്ങളും അതിൻ്റെ പ്രാകൃത രൂപത്തിലാണെങ്കിലും അവതരിപ്പിക്കുകയും മനുഷ്യനെ ശ്വാസം മുട്ടിക്കുകയും ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. ഈ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയും സ്ഥിതി മോശമൊന്നുമല്ല. ഇപ്പോൾ മുസ്ലിം ലീഗാണ് അവരുടെ കൂടെയുള്ളൊരു പ്രധാനപ്പെട്ട കക്ഷി. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ളൊരു മുന്നണിയോട് പ്രത്യേകിച്ച് സ്നേഹം തോന്നേണ്ട യാതൊരു കാര്യമില്ല. പിന്നൊരു അഖിലേന്ത്യാ കക്ഷിയുടെ ഇലക്ഷൻ മത്സരിക്കുന്നത് ഒരുപാട് സീറ്റുകൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയാണ്. ഈ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ഭരിക്കുന്ന ഒരു സമയത്തൊരു പ്രത്യേക ചിത്രമുണ്ടായി. അവരെ അഴിമതി വിരുദ്ധ രാഷ്ട്രീയം എനിക്കിഷ്ടമാണ്. ഇപ്പോൾ ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഘട്ടമുണ്ട്. പാർട്ടി മെമ്പറായിട്ടല്ല, റാഡിക്കൽ ഹ്യൂമനിസ്റ്റുള്ള ഒരു പാർട്ടിയുടെ മെമ്പർമാരാറില്ല. നമുക്ക് ആ തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളോട് വിശ്വാസമില്ല. ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തൊരു ഘട്ടമുണ്ടായി. അഴിമതിക്കെതിരായ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വന്ന ആ മനുഷ്യനെ അഴിമതി പറഞ്ഞ് ജയിലിലിട്ടു. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമായിരുന്നു. ആ ഒരവസ്ഥയിൽ മനുഷ്യാവകാശ പ്രശ്നം എന്നുള്ള നിലയിൽ അവരുടെ കൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഡൽഹിയിൽ അവർ ഭരിക്കുന്ന കാലത്ത് ഒരു പ്രത്യേക ചിത്രമാണ് നമ്മൾ മുമ്പ് കണ്ട്. എന്താ കണ്ട്? വൻ ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിൽ വരുമ്പോഴും ലോക്സഭയിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത് BJPക്കാരെ RSSകാരെയാണ്. ഇതെങ്ങനെ ഈ മനുഷ്യർക്ക് ഇങ്ങനൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഈ പാർട്ടി എങ്ങനെയാണ് ഇത്തരം ആളുകളെ വെച്ചുകൊണ്ട് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകുക, ദീർഘകാലം ഈ ഇന്ത്യ രാജ്യത്തിനെ സേവിക്കുക? അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഞാനതിനെ ലിമിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പ്രത്യയശാസ്ത്രപരമായ കുറവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആം ആദ്മി പാർട്ടിയെ വിശ്വസിച്ച്
അതിനനുകൂലമായി വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ദുർഘടസന്ധിയിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നോട്ട പോലെയുള്ള ഇതിൽ ആർക്കും വോട്ടില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കണോ? ഞാൻ തയ്യാറല്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ ഞാൻ പിന്നെയും പിന്നെയുള്ള സാധ്യതകൾ പരിശോധിക്കണം. ഇന്നുള്ളൊരു സാധ്യത പ്രധാനമായിട്ട് കമ്മ്യൂണിസ്റ്റുകളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ചന്ദ്രശേഖരനെ വധിച്ചതും അവിടുന്ന് അങ്ങോട്ടുള്ള സംഗതികളുമൊക്കെ, അതായത് സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം സമ്മതിക്കാതിരിക്കുക, പുറത്തൊരു പാർട്ടി ഉണ്ടാക്കിയ അതും സമ്മതിക്കില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം സമ്മതിക്കുക, വീട്ടിൽ പോയി പറഞ്ഞു എന്ന് പറയാം, മറ്റേ ചെടിച്ചട്ടി എടുത്ത് തലക്കടിക്കുക, എന്നിട്ട് നവോത്ഥാനം ഉണ്ടാക്കുക. ഇജാതി ഒരു സാധനത്തിനൊന്നും ഇനി ഇവിടെ പൊറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല, അത് ഉറപ്പിച്ചു. അതിനേക്കാളും അപകടമാണ് BJPയുടെ സ്ഥിതി. അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോൾ അവിടെ US ഭ്രാന്തൻ, ഇവിടെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, ഇവരൊക്കെ കൂടിയിട്ട് ഈ രാജ്യം എങ്ങനെ മുടിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനൊരു ചാൻസും കൊടുക്കാൻ പാടില്ല. അതിനെതിരായി ഒരു മുന്നണി കെട്ടിപ്പടുക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും എന്നെപ്പോലുള്ള റാഡിക്കൽ ഹ്യൂമനിസ്റ്റ് എടുക്കുന്നുണ്ട്. നിങ്ങളും ആ കൂട്ടത്തിലുണ്ടാവും എന്നൊരു പ്രതീക്ഷ ഞാൻ വെച്ച് പുലർത്തുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്നുള്ള UDF എന്ന് പറഞ്ഞ കക്ഷിയെ അധികാരത്തിൽ കൊണ്ടുവരിക, അതിന് അനുകൂലമായി വോട്ട് ചെയ്യുക എന്നുള്ള. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഇവിടെ നന്നാക്കി കളയുമെന്നോ, കോൺഗ്രസിൻ്റെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണെന്നോ, നാളെ പിറ്റേന്ന് ഈ ചെന്നിത്തല മുഖ്യമന്ത്രിയും സതീശൻ ആഭ്യന്തരമന്ത്രിയായിട്ട് ഇവിടെ പൊന്ന് വിളയിക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ പാണക്കാട്ട തങ്ങളുടെ അടുത്ത് പോയി അനുമതി വാങ്ങും. ഇനി അവിടെ തങ്ങൾ സമ്മതിച്ചില്ല, അത് ചെന്നിത്തലയ്ക്ക് ബോധ്യമില്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ പറഞ്ഞേക്കും ഡൽഹിക്ക്. അവിടെ അമ്മ ഉണ്ട്, അസുഖം കിടക്കാൻ പോകും, അവരെ കൊണ്ട് സമ്മതിപ്പിക്കും, അവർ വിവരം കൊണ്ട് കൊടുക്കും, കാര്യം അതേപടി നടക്കും. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കണം. ഇവിടെ ലീഗ് എന്ന് പറഞ്ഞാൽ ചത്ത കുതിരയാണ് എന്ന് പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു കോൺഗ്രസ്സിന്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് അനുമതി വാങ്ങുന്നത് കേരളത്തിലെ മുസ്ലിം ലീഗിൽ നിന്നാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിങ്ങളെന്നെ വോട്ട് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ ധാരണയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നാളെ മുതൽ എൻ്റെ കൂടെ, ഈ വോട്ട് ചെയ്തതിൻ്റെ അടുത്ത ദിവസം മുതൽ എൻ്റെ കൂടെ ഇതിന് ഈ കോൺഗ്രസ് അടക്കമുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികതയ്ക്കെതിരായുള്ള പ്രവർത്തനത്തിന്, മനുഷ്യാവകാശ വിരുദ്ധമായ പ്രവർത്തനത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ വരും. അപ്പോൾ നമുക്ക് മുരളീച്ചേട്ടനിലേക്ക് പോകാൻ തോന്നുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഇതിലേക്ക് വിളിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. ഞാൻ പൊതുവെ ഓഡിയൻസായിട്ട് ഇരിക്കാറാണ് പതിവ്. ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കയറിയിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെയുള്ള എല്ലാ പാർട്ടിക്കാരും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. ആരും വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും വർഗീയതയെ എതിർക്കും, എന്നിട്ട് വർഗീയതയുടെ പിന്നാലെ ഓടി നടക്കും. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോൾ അവരും ഏതാണ്ട് ആ വഴിയിലൂടെ വന്നു. കോൺഗ്രസ് പണ്ടേ തൊട്ട് വർഗീയതയുടെ പിന്നാലെ പോകുന്ന പാർട്ടി തന്നെയാണ്. പക്ഷേ മൂല്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെയധികം കുറഞ്ഞു, അത് ശരിയാണ്. അതിന് കാരണം പാർട്ടികൾ തന്നെയല്ല, നമ്മളും കൂടിയാണ്. അതായത് ഇന്ന് ഫസ്റ്റ് സെക്ഷനിൽ വേണുവേട്ടനും അഡ്വക്കേറ്റായിട്ടുള്ള മീറ്റിങ്ങിൽ പറഞ്ഞു, ശബരിമല വിവാദത്തിന് ശേഷം ഇപ്പോൾ സർക്കാർ U-ടേൺ അടിച്ചു വന്നു. ആ U-ടേൺ അടിച്ചത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് ഇതിൻ്റെ ശബരിമല വിവാദം കേസ് കൊടുത്ത തന്നെ സംഘപരിവാറിൻ്റെ ആൾക്കാരാണ്. അതിനുശേഷം അനുകൂല വിധി വന്നപ്പോൾ എല്ലാവരും അതിനെ അനുകൂലിച്ചു. കോൺഗ്രസ് അനുകൂലിച്ചു, CPM അനുകൂലിച്ചു, BJP അനുകൂലിച്ചു. കാരണം അതിലൂടെ ഒരു നവോത്ഥാന പേരിൽ നമുക്ക് വോട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും അതിനെ അനുകൂലിച്ചത്. അന്ന് അതിനെതിരെ കുറച്ച് പേര് സമരം ചെയ്തപ്പോൾ അന്നത്തെ മീഡിയാസ് ആരും അതിനെ കണക്കിലെടുത്തില്ല. ആദ്യത്തെ 2-3 ദിവസം ഒരു മീഡിയയും അത് റിപ്പോർട്ട് ചെയ്തില്ല. പിന്നീട് ഒരു സമുദായ സംഘടന അതിന് മുൻകൈയിട്ട് ഇറങ്ങിയപ്പോൾ അവർ വനിതാ സമാജത്തിനെ വിട്ട് സമരം ചെയ്തപ്പോൾ അത് പിടിക്കും എന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ടെന്ന് കണ്ടപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും തിരിഞ്ഞ് അതിനനുകൂലമായിട്ട് പറഞ്ഞു, സംരക്ഷണ യാഥാന്ന് പറഞ്ഞു. ആദ്യം ആരും പറഞ്ഞില്ല. ഇത് നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് മൂല്യങ്ങളുണ്ടെങ്കിലും അതിനനുസരിച്ച് ഉയരാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ മൂല്യം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല.
ഇപ്പം നമ്മുടെ മൈത്രേജ് സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ വിചാരത്തിനോടൊപ്പം നമ്മൾ ഉയരണമെങ്കിൽ ഇനിയും ഒരു 20 വർഷം കൂടെ കഴിയണം. ഇപ്പോൾ നമ്മളുടെ സമൂഹം അത്രയ്ക്ക് സ്റ്റാൻഡേർഡിൽ ഉയർന്നിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ തുല്യതയ്ക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്കിലും ട്രാൻസ്ജെൻഡേഴ്സിന് എന്നാണ് തുല്യത കിട്ടിയത്? ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും എന്തോ കേസ് നടക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഭരണഘടനയിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനനുസരിച്ചുള്ള ഒരു നമ്മളുടെ സംസ്കാരവും അതിനനുസരിച്ച് ഉയർന്നാൽ മാത്രമാണ് ഭരണഘടനയോട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ തന്നെ കോടതി വിധി ഇനിയിപ്പോൾ വരാൻ പോകുന്ന അടുത്ത മാസം, അതിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് സാറ് ഇതാണ്, ഒരു അഡ്വക്കേറ്റാണ് ഒരു ടീമിൻ്റെ. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഒരു പാനൽ ചർച്ചയിൽ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ മറ്റേ രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എങ്ങാനും ഇനി വിധി മറിച്ച് വന്നാൽ കൂടി ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളുടെ നെഞ്ചിൽ ചവിട്ടിയിട്ട് വേണം പോവാൻ. അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്, അദ്ദേഹം വിശ്വാസിയാണ്, ആൾക്ക് വേണമെങ്കിൽ എതിര് പറയാം. പക്ഷേ രണ്ടാമത്തെ ആൾ പറഞ്ഞത്, ഇനി എങ്ങാനും അങ്ങനെ വിധി വന്നാൽ ഞങ്ങൾ ഓർഡിനൻസ് ഇറക്കി അതിനെതിരെ നിയമം കൊണ്ടുവരുന്നതാണ്. അതൊരു സുപ്രീം കോടതി വിധിയെ ധിക്കരിക്കുന്ന രീതിയിലുള്ള നിലപാടാണ്. ആരും അതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ, പഞ്ചായത്ത് ഇലക്ഷൻ സാധാരണ ഇടതുപക്ഷത്തിന് ആവാറുണ്ട് മുൻതൂക്കം, മറ്റേ നിയമസഭയിൽ കോൺഗ്രസ്സിന് കിട്ടിയാലും പഞ്ചായത്തിന് അങ്ങനെയാണ് വരും. ഇപ്രാവശ്യം പഞ്ചായത്തിന് നല്ല ഭൂരിപക്ഷം കോൺഗ്രസ്സിന് കിട്ടി, അതുകൊണ്ട് UDF വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം CPMൻ്റെ LDFൻ്റെ PR വർക്ക് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്ത് കോൺഗ്രസിൻ്റെ വർക്ക് വളരെ ഡൗണായി. ഇന്ന് അവർക്ക് പറയാൻ വിഷയങ്ങളില്ല. ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഡീൽ വിഷയം പറയണം. CPM ആയിട്ട് ഡീലുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു BJPക്കാർ പറയും കോൺഗ്രസും CPM ഡീലുണ്ട്. അത് എനിക്ക് ഒരു പാർട്ടിയായിട്ട് ഒരു ഡീലുണ്ടാവും തോന്നുന്നില്ല. ചില ഏരിയയിൽ ഒരു കാലത്ത് കോൺഗ്രസും BJP ആയിട്ട് ഡീലുണ്ടായിരുന്നു എന്ന് പഴയ നമ്മുടെ BJPയുടെ രാജഗോപാലും രാമൻപിള്ളയൊക്കെ അവർ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യുന്നൊന്നുമില്ല. CPM ചെയ്യുന്നൊന്നുമില്ല, കോൺഗ്രസും ചെയ്യുന്നൊന്നുമില്ല. ഇപ്പം മറ്റത്തൂർ പഞ്ചായത്തിൽ ഒരു കോൺഗ്രസും BJPയുടെ ചെറിയ അലയൻസ് നടക്കുന്നുണ്ട്. അതൊന്നും ഈ ഇലക്ഷന് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ CPM വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ചെറിയ നീക്കുപോക്കുകളാണ്. പക്ഷേ ഈ പഞ്ചായത്ത് നിയമസഭാ ഇലക്ഷനിൽ CPMോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഇപ്രകാരം ഡീൽ ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കില്ല. കാരണം സംഘപരിവാർ ഒരു പ്രാവശ്യം കയറിക്കഴിഞ്ഞാൽ അവരുടെ വളർച്ച വരുന്നത് വികസനത്തിലൂടെയൊന്നുമല്ല, അവരുടെ വളർച്ച വരുന്നത് ചെറിയ വിദ്വേഷത്തിലൂടെയാണ്. ചെറിയ വിദ്വേഷം എവിടെയെങ്കിലും കുറച്ച് കൊടുത്തിട്ടാൽ അതിങ്ങനെ പോഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും അതിന് അനുസരമായ ഒരു സൗകര്യമായുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇസ്ലാമിക ചില പണ്ഡിതന്മാരെ ചില പ്രഭാഷണങ്ങൾ മുജാഹിദ് ബാലുശ്ശേരിയുടെയോ അങ്ങനെയുള്ള ആൾക്കാരുടെ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതവർ കുത്തിപ്പൊക്കി അവർ ചാനലിൽ ഹിന്ദുക്കളുടെ രക്തം തിളപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് അവരെ വീണ്ടും കത്തിച്ചുകൊണ്ടിരിക്കും. അതിനെതിരെ പ്രതികരിക്കുന്ന ലിയാഖത്ത് അലി, ജബ്ബാർ മാഷ് പോലെ 2-3 പേരാണ്. അത് ഇസ്ലാമിനെ തകർക്കരുത്, മുസ്ലിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഇസ്ലാമിലെ തീവ്രവാദത്തെ എതിർക്കുന്ന കുറച്ച് പേരെ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അടച്ചാക്ഷേപിക്കുന്നവരുണ്ട്. അവർ മുസ്ലിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, അവർ ചിന്താഗതി വേറെയാണ്. പക്ഷെ നമ്മൾ മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും മനുഷ്യരാണ്. അപ്പോൾ അതിലെ ചില ആൾക്കാർ തെറ്റിയണെങ്കിൽ അവരെ അപ്പം തന്നെ ഒന്നുമില്ലെങ്കിൽ അവർ സമൂഹം കുറ്റപ്പെടുത്തണം, അല്ലെങ്കിൽ മറ്റു സമൂഹം കുറ്റപ്പെടുത്തണം. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അത് സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് കാരണമാവും എന്നുള്ള ബോധ്യം മുസ്ലിങ്ങൾക്കും വേണം, മറ്റുള്ള ആൾക്കാർക്കും വേണം. അപ്പോൾ ഈ ഡീലുണ്ടെന്നുള്ള ചിന്ത എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ രണ്ടാമത് പറഞ്ഞുള്ളത്, ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് ഈ തുടർഭരണത്തിൻ്റെ കാര്യമാണ്. തുടർഭരണം എപ്പോഴും അധികം നല്ലതല്ല. അതിപ്പോൾ CPM ആയാലും കോൺഗ്രസ് ആയാലും തുടർഭരണം വന്നു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിക്കും പ്രതിപക്ഷ പാർട്ടിക്കും അത് നല്ലതല്ല. കാരണം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ച് ആദ്യത്തെ ടൈം ഇപ്പോൾ CPMും കോൺഗ്രസിൻ്റെയൊക്കെ ആദ്യകാല സമര നേതാക്കൾ അവർ സ്വാതന്ത്ര്യ സമര നേതാക്കളായാലും CPMൻ്റെ ആദ്യകാല നേതാക്കൾ അവരൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഒരു സമരത്തിലേക്ക് എടുത്തു ചാടിയത്. അനീതിയും അക്രമവും കണ്ടിട്ട് അതിനെതിരെ പടപൊരുതാനാണ് ഓരോ CPM ഇടതുപക്ഷക്കാരനും ആദ്യകാല കോൺഗ്രസ്സുകാരും ജയിലിൽ പോയതും അടികൊണ്ടൊക്കെ. അന്ന് അവർക്ക് സ്ഥാനങ്ങളൊന്നും ആഗ്രഹം ഉണ്ടായില്ല. പിന്നീട് അവർക്ക് ഓരോ സ്ഥാനവും അധികാരം കിട്ടുമ്പോൾ അധികാരത്തേക്കാൾ കൂടുതലായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് അംഗീകാരം കിട്ടുമ്പോൾ, അംഗീകാരം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അംഗീകാരം ഇപ്പം എന്നെ അവിടെ നിന്ന് സജീവൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ച് ഇരുത്തിയപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് എന്തായാലും ഇവിടെ കയറി 2 വാക്ക് പറയാൻ പറ്റില്ല, സംസാരിച്ച് പരിചയമില്ലെങ്കിലും. അപ്പോൾ ആ അംഗീകാരം ആഗ്രഹിക്കുന്ന ആൾക്കാർ രണ്ടാമത്തെ ടേൺ വരുമ്പോൾ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും എനിക്ക് ഇനിയും മത്സരിക്കണം. പക്ഷെ അവർ പുറത്ത് പറയില്ല. പുറത്ത് പറയും ഞങ്ങൾക്ക് പാർട്ടി എന്ത് പറയുന്നു അതേപോലെ ചെയ്യാം എന്ന് പറയും.
അങ്ങനെ 2-3 ടേം കഴിയുമ്പോൾ ഓരോരുത്തർക്ക് തോന്നും ഞാൻ പാർട്ടിയേക്കാൾ വലുതാണ്, ഞാൻ ഇല്ലെങ്കിൽ ഒരു സംഭവമാണ്, ഞാൻ ഇല്ലെങ്കിൽ പാർട്ടി നടക്കില്ല എന്ന് തോന്നും. അങ്ങനെയാണ് പലരും പിന്നീട് അധികാരമൊഴികളായി മാറും. ഇപ്പോൾ നമ്മൾ ഈ കണ്ടിന്യൂ ഭരണം 2, 3, 4 ടേൺ വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്ക് കുറച്ച് ഏകാധിപത്യ സ്വഭാവം വരും, അണികൾക്കും അഹങ്കാരം വരും. അതൊരിക്കലും നല്ലതല്ല. അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിക്കും 2-3 ടേൺ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ അതിലും വിള്ളലുണ്ടാവും, അതിലും വീഴ്ചയുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ് എം പിമാർ 112 എം പിമാരും 126 MLA മാരും കാലുമാറി എന്ന് പറഞ്ഞു. കുറേ പേരൊക്കെ ഇടി വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കാം, കുറേ പേരാവുന്നല്ല. ഭരണം ഇല്ലാണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. 4 മന്ത്രിമാരാണ് മാറി, 4 മുഖ്യമന്ത്രിമാരും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കളും മാറിയിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അധികാരം അല്ലെങ്കിൽ അംഗീകാരമാണ്. അംഗീകാരം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് കിട്ടാൻ വേണ്ടി അവർ ഏതറ്റം വരെയും പോകും. അപ്പോൾ ഈ മാറി വരുന്നവർ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നമ്മളുടെ നാട്ടികയിൽ മൂന്തേട്ടനായിരുന്നു. മൂന്തേട്ടൻ സാധു മനുഷ്യനാണ്, പക്ഷേ വലിയ കാര്യങ്ങൾ അവർ ചെയ്തില്ല, ഒരുപാട് കുറവൊക്കെ ഉണ്ട്. സജിൻ ചേട്ടൻ്റെ നാട്ടുകാരാണ്. അദ്ദേഹത്തിന് ഏതോ കോൺഗ്രസിൽ നിന്നൊരു ഒരു ഓർഡർ കൊടുത്ത് നിങ്ങളെ ഞങ്ങളെടുത്തോളാണ്. അത് വേഗം അരിക്ക് പോകാൻ തയ്യാറായി. അവിടെ വന്നപ്പോൾ അവസാനം അവിടുത്തെ ലോക്കൽ ആൾക്കാർ പറഞ്ഞ് പറ്റില്ല എന്ന്. അപ്പോൾ അങ്ങോട്ട് അവിടെയില്ല, സ്വന്തമായിട്ട് നിന്നാൽ വോട്ട് കിട്ടില്ല, 1000 വോട്ട് കിട്ടില്ല. അപ്പോൾ നേരെ BJP അവിടെ പോയി ചേർന്നു. ഈ കാല് മാറുന്നത് തെറ്റല്ല, കാരണം രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിയിൽ തന്നെ സ്ഥിരം നിൽക്കുന്ന രീതി ശരിയല്ല. അതൊരു ഹെൽത്തി പൊളിറ്റിക്സ് അല്ല. പൊളിറ്റിക്സിലെ ആൾക്കാർ മാറണം, പാർട്ടി മാറണം, നല്ലത് ചെയ്ത് അംഗീകരിക്കണം, തെറ്റ് ചെയ്ത് എതിർക്കണം, ഒക്കെ മാറാം. പക്ഷേ ഒരു പാർട്ടി മാറി വേറെ പാർട്ടി ചെല്ലുമ്പോൾ അപ്പം തന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുന്നത് ശരിയല്ല. കുറഞ്ഞതൊരു 5 വർഷമെങ്കിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, എന്നിട്ട് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് വരുന്നു വെച്ചാൽ പാർട്ടിയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് പാർട്ടി അതിന് തയ്യാറാവണമെങ്കിൽ അവിടുത്തെ ജനങ്ങൾ തയ്യാറാവണം. ഒരാൾ BJP വിട്ട് CPM വന്നാൽ അവൻ ഇപ്പോൾ CPM ഇപ്പോൾ അങ്ങനെ ഇവിടെ കണ്ണൂർ സൈഡിലെ ഒരു കോട്ടകളുണ്ട്, അവിടെ വന്ന് നിന്നാൽ എന്തായാലും ജയിക്കുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തല്ല വേണ്ടത്. അദ്ദേഹത്തിന് 5 കൊല്ലം താൻ വർക്ക് ചെയ്യേ, എന്നിട്ട് പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ട് പിന്നീട് കൊടുത്തോട്ടെ. ഇപ്പം അങ്ങനെയല്ല. ഒരു നല്ലൊരു കാൻഡിഡേറ്റ് വന്നാൽ ഏത് വിധേനയും നമുക്ക് 10 വോട്ട് കിട്ടണം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കണം, അത് ജയിക്കണം. അപ്പോൾ ആ ചിന്താഗതി ശരിയല്ല. എന്നെ സംബന്ധിച്ചിട്ട് എല്ലാ പാർട്ടിയും ഏകദേശം ഒരേപോലെ തന്നെയാണ്. എങ്കിലും കണ്ടിന്യൂ ഭരണം നാടിന് നല്ലതല്ല, അത് നമ്മുടെ പൊളിറ്റിക്സിന് നല്ലതല്ല, അത് മറ്റേ പ്രതിപക്ഷത്തിനും നല്ലതല്ല. പ്രതിപക്ഷം ഇവിടെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് സംഘപരിവാറിന് കൂടുതൽ വളക്കൂറുണ്ടാക്കാനുള്ള ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് ഭരണം മാറണം, പക്ഷേ വലിയ ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒപ്പം തുല്യമായിട്ട് രീതിയിലാണ് 2 പാർട്ടിയും വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ രാഷ്ട്രീയക്കാർ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ അതിനൊപ്പം ഉയർന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഇപ്പോൾ ശബരിമല ഇഷ്യൂവിൽ തന്നെ ആ ജനങ്ങൾ സമരം നടത്തിയില്ലെങ്കിൽ ആ ഇഷ്യൂ അതോടുകൂടി കഴിഞ്ഞു പോയേനെ. ഇനി ജനങ്ങൾ സമരം നടത്തിയാൽ തന്നെ രാഷ്ട്രീയത്തിലെ ഒരുവിധം എല്ലാ പാർട്ടിയിലും BJPയിലടക്കം ശബരിമലയിലെ ആളുകൾ കയറുന്നതിന് എതിർപ്പില്ലാത്ത താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ചിദാനന്ദപുരി പോലെയുള്ള സ്വാമി ആദ്യം പറഞ്ഞിരുന്നത് വനിതകൾ കയറിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞു, അതായത് ആചാരങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ ഹിന്ദു പണ്ഡിതന്മാർ കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് വേണമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിലൊരുപാട് പേര് തയ്യാറുള്ളവരുണ്ട്. അപ്പോൾ അന്ന് ഈ സമരം നടത്തുമ്പോൾ അതിനെതിരെ കുറച്ച് ഫ്രീ തിങ്കേഴ്സ് അല്ലാതെ ആരും പ്രതികരിച്ചിട്ടില്ല. എല്ലാവരും പ്രതികരിച്ചിരുന്നെങ്കിൽ അവരുടെ സമരം അതോടുകൂടി പോയേനെ. ഇപ്പോൾ ഇനി അനുകൂല വിധി ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം കേന്ദ്രം ഭരിക്കുന്നത് അതിനോട് അനുകൂലമുള്ള ആൾക്കാരാണ്. ഇവിടെയുള്ളവരും എല്ലാ പാർട്ടിക്കാരും അതിന് അനുകൂലമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് പേരുകളിൽ എതിരെ ഒന്നും പറഞ്ഞൊരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ഒരു നേരിയ ഭൂരിപക്ഷം കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുതന്നെയാണ് ഈ കേരള രാഷ്ട്രീയത്തിന് നല്ലതും. അടുത്തായി ജോസ് മൂത്തേടൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. സജീവൻ ഇങ്ങനൊരു പരിപാടിക്ക് തന്നെ ക്ഷണിച്ചപ്പോൾ വിഷയം ഇതായിരുന്നില്ല. യുക്തിവാദികളുടെ വോട്ട് ആർക്കായിരിക്കണം എന്നതായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എനിവേ, ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിശകലനം അല്ലെങ്കിൽ ഒരു ആര് ജയിക്കണം, ആർക്കാണ് സാധ്യത എന്നുള്ള രീതിയിലേക്ക് ആണ് ഇപ്പോൾ നമ്മുടെ ചർച്ച പുരോഗമിക്കുന്നത്. അപ്പോൾ കേവലം ഒരു യുക്തിവാദിയുടെ കാഴ്ചപ്പാടിലൂടെ കാണുന്നത് വിട്ടിട്ട് കേരള രാഷ്ട്രീയത്തെ കാണുന്ന ഏതൊരു മലയാളിയെപ്പോലെയും നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായം പങ്കുവയ്ക്കുന്നൊരു വേദിയായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യമായിട്ട് ഒറിജിനൽ ഒരു ആ വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ, യുക്തിവാദിയുടെ വോട്ട് ആർക്ക് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിന് ആദ്യം ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം.
എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു ജാതി മത വർഗ ഗോത്ര വിചാരങ്ങൾക്കൊക്കെ അപ്പുറം നിൽക്കുന്നവനായിരിക്കണമല്ലോ യുക്തിവാദി. അപ്പോൾ ഒരിക്കലും യുക്തിവാദിക്ക് ഒരു റൈറ്റോ ഫാർ റൈറ്റോ ആവാൻ സാധിക്കില്ല. അത് ദാറ്റ് ഗോസ് വിത്തൗട്ട് സേയിങ്. അപ്പം നമുക്ക് ഒരു ലെഫ്റ്റ്, സെൻട്രൽ ലെഫ്റ്റ്, ലിബറൽ എന്നീ ആശയങ്ങളോട് ഏത് പാർട്ടി പൊരുത്തപ്പെടുന്നു, ഏത് വ്യക്തി പൊരുത്തപ്പെടുന്നു എന്നതിനനുസരിച്ച് ആപേക്ഷികമായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കൂ. ഇപ്പോൾ യുക്തിവാദി എന്ന നിലയിൽ ശരിയാണ്, ഞാനൊരു യുക്തിവാദിയാണ്, എനിക്ക് മതസംഘടനകളുടെ വോട്ട് വേണ്ട എന്ന് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് യുക്തിവാദി, അല്ലെ അങ്ങനൊരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 1-2 സീറ്റുകളിൽ മാത്രമാണ് നമുക്ക് 140 മണ്ഡലങ്ങളിലും ഷാഫി നമ്മുടെ VT ബൽറാമിനെയോ അല്ലെങ്കിൽ ഒരു പരിധിവരെ പിഷാരടിയൊക്കെ നിർത്തേണ്ടി വരും. പിഷാരടിയൊക്കെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ തീർച്ചയായിട്ടും തികഞ്ഞ യുക്തിവാദം ആ രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഷാഫി നമ്മുടെ VT ബൽറാം തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം അറിയാം, വർഗ സംഘടനകളുടെ ഒന്നും വോട്ട് എനിക്ക് വേണ്ട, ഞാൻ ദൈവവിശ്വാസി അല്ല എന്ന് തുറന്ന് പറഞ്ഞ വളരെ അത്ഭുതം തോന്നുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഒരു കനലൊരു തരി കണ്ടില്ല. കനൽ കണ്ടത് ഇപ്പുറത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും 140 മണ്ഡലങ്ങളിലും ഇവരെ പോലെയുള്ള ആൾക്കാർ വരണം. പക്ഷേ അത് നമുക്ക് ആഗ്രഹിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള ഏറ്റവും തമ്മിൽ ഭേദപ്പെട്ട യുക്തിപൂർവ്വം ചിന്തിക്കുന്ന മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന വ്യക്തികളെ കണ്ടെത്തി തിരഞ്ഞെടുത്ത് കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയുടെ ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ബോംബെ എന്ന് പറയുമ്പോൾ ക്രോസ് സെക്ഷൻ ഓഫ് ഇന്ത്യയാണ്. നമ്മൾ ജാതി മത വർഗീയമായ രീതിയിൽ മാത്രം മനുഷ്യനെ കാണുന്ന ഒരു തരം പിശാചുക്കളാണ് നോർത്ത് ഇന്ത്യയിലെന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊരു അതിശയോക്തി നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഞാനത് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ വെളിയിൽ യാത്ര ചെയ്യണം. മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലോ പോയി വന്നിട്ട് ഇതെന്ത് രാജ്യം, നമ്മുടെ നാടൊരു നശിച്ച നാടാണ് എന്ന് പറയുന്ന ആ മനോഭാവമല്ല. നമ്മുടെ നാട് വളരെ നല്ലതാണ്. കമ്പാരറ്റീവ്ലി ഒരു ആഗോള രംഗത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അല്പം പുറകോട്ടാണെന്ന് തോന്നിയാൽ പോലും ഒരു അഖിലേന്ത്യാ തലത്തിൽ തികച്ചും മികച്ച നിലയിൽ നിൽക്കുന്ന ഒരു സമൂഹമുള്ള ഒരു നാടാണ് നമ്മുടെ എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയാം. അപ്പോൾ ഈ നാടിനെ ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ യുക്തിവാദികളുടെ വോട്ട് യുക്തിപൂർവ്വം ചിന്തിക്കുന്ന മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു വിശകലനം അല്ലെങ്കിൽ ഇതുപോലെ എല്ലാവരും ഒരു പ്രഡിക്ഷനാണ് ഇവിടെ നടത്തിയത്. അപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ തീർച്ചയായിട്ടും UDFന് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നു. തികച്ചും മോശമല്ലാത്ത ഒരു പ്രകടനമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 100-110 കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 85 സീറ്റ്സോളം UDF പിടിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. 0-2 NDAക്ക് കിട്ടാം, 50-55 ലെഫ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കിട്ടാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ കാൽക്കുലേഷൻ, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ. ഇപ്പം നമ്മളിപ്പോൾ ഈ 5 പേര് സംസാരിച്ചതിൽ നമുക്ക് മനസ്സിലാവും ആരും പാർട്ടി പ്രവർത്തകരല്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. ഇവരുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാവും. പലരും പല രീതിയിലാണ് പ്രതികരിച്ചത്. ഇതിപ്പോൾ റാഡിക്കൽ ഹ്യൂമനിസ്റ്റാണ് അദ്ദേഹം. MN റോയിയുടെ ആശയങ്ങളാണ് അദ്ദേഹം പിന്തുടരുന്നത്. അബ്ദുൾ മജീദ് അദ്ദേഹം ഒരിക്കലും ഒരു ഇടതുപക്ഷക്കാരനും അല്ല, കോൺഗ്രസ്സുകാരനും അല്ല, ജോൺസേട്ടനായാലും അല്ല, ജോസ് മൂത്തേട്ടൻ എനിക്കറിയാം, മുരളിയേട്ടൻ പിന്നെ LDF ഭരിക്കുന്ന സംഘത്തിലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ കൂടിയാണ്. പക്ഷേ ഇവരൊക്കെ പറയുന്നത് LDFന് ഇനിയൊരു തുടർഭരണത്തിന് സാധ്യതയില്ല എന്നാണ് ഇവർ പറയുന്നത്. അതൊരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള താല്പര്യം കൊണ്ട് പറയുന്നതല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവരെ 5 പേരെയും സെപ്പറേറ്റ് ആയിട്ട് പറയും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഞാനങ്ങനെ പറയുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിനെ നോക്കണ്ട. പക്ഷേ ഇവർ പറഞ്ഞത് ഞാൻ ഒരു ട്രെൻഡ്, നമ്മളുടെ യുക്തിവാദികളായുള്ള ആളുകൾ ഒരു തരത്തിലുള്ള ഗോത്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാഗമല്ല എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം അതെനിക്ക് ഉണ്ട്.
കാരണം അവർ ഒരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ ഇതിൻ്റെ ഒപ്പം ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോഴൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ പറയുന്നതിനെ ന്യായീകരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. നമ്മൾ എത്ര ഒരു പാർട്ടിയോട് നമ്മൾ ഒരു എന്താ പറയുക, ഞാൻ ഇപ്പോൾ UDF അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മൾ UDF ഏതെങ്കിലും ഒരു കക്ഷിയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം അതോടുകൂടി പോയി. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ചെറ്റത്തരം എന്ന് നമ്മുടെ നേതാവ് പറഞ്ഞാൽ ചെറ്റത്തരം ഒരു ചാരുതയാർന്ന കവിതയാണ് എന്ന് ഞാൻ പറയേണ്ടി വരും. ഈ ആവശ്യമില്ലാത്തതിന് നമ്മൾ പോട്ടല്ലോ, എന്തിനാണ് നമ്മൾ പോയിട്ട് ഇതുപോലെ ഇത്രയും ഇപ്പം എന്തൊരു സൗകര്യമാണ്. നമുക്ക് സതീശൻ ആയാലും എന്താ കുഴപ്പം, പിന്നെ പിണറായി വിജയനെ കുറ്റം പറയാനും നമുക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ സതീശൻ എന്ന് പറഞ്ഞ വ്യക്തി പിണറായി വിജയൻ വെച്ച പോസ്റ്റ് അനുസരിച്ച്, ഇട്ട പോസ്റ്റ് അനുസരിച്ച് ഒരു ഗോൾവൽക്കറുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ ദീപം കൊളുത്തുന്നതാണ് നമ്മൾ കണ്ടത്. ശരിയല്ലേ? പക്ഷെ ഞാൻ UDF പിന്തുണയ്ക്കുന്ന ആളായിട്ട് ഞാൻ ഒരിക്കലും പോയിട്ട് അയാളെ ഡിഫെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നില്ല. എന്നോട് നമ്മൾ തോന്നാത്തത്, നമ്മളൊരു കോൺഗ്രസ്സുകാരനെങ്കിൽ നമ്മൾ പോയി അതിനെ ഡിഫെൻഡ് ചെയ്യും. നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് പറയും ഇതിനേക്കാൾ മോശമായ രീതിയിൽ അച്യുതാനന്ദൻ ഇതേപോലെയുള്ള ഇതേ സദസ്സിൽ ഇതേപോലത്തെ ഒരു സദസ്സിൽ അച്യുതാനന്ദൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് വെറുതെ ന്യായീകരിച്ച് വീഴും. പക്ഷെ നമ്മളൊരു പാർട്ടിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു ഗുണം എന്താണെന്നറിയാം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ എന്തെല്ലാം വൃത്തികേട് ചെയ്യണം അത് ന്യായീകരിക്കാനേ പറ്റുന്നില്ല. പിന്നെ ഈ പറഞ്ഞ അടിമപ്പണി എടുക്കാൻ എങ്ങനെയാണ് ഈ ആളുകൾക്ക് പറ്റുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ 5 പേരോട് ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങളോ നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് പറയാം. ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമ്മളിപ്പോൾ ഇതിന് മറുപടി പറയാനൊന്നും അത്ര ആപ്റ്റായിട്ടുള്ള ആളല്ല. അതുകൊണ്ട് എനിക്കൊരു ചോദ്യമുണ്ട്. പാനലിലെ എല്ലാവരോടുമായിട്ടാണ് ചോദ്യം. ഞാൻ ഒരു രാഷ്ട്രീയ നിരീക്ഷകയല്ല. ആസ് എ ഇന്ത്യൻ പൗരൻ, ഒരു ഇന്ത്യയിലെ സാധാരണ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് രാഷ്ട്രീയം എന്നത് സേവനമായിരിക്കണം. മറിച്ച് രാഷ്ട്രീയം തൊഴിലാക്കപ്പെടുമ്പോൾ അവിടെ നാട് നശിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉള്ള രാഷ്ട്രീയം വലതിൻ്റെയും ഇടതിൻ്റെയും കൂടെ BJPയുടെയും ഈ 3 പാർട്ടിക്കാരുടെയും രാഷ്ട്രീയം വെച്ച് നോക്കുമ്പോൾ ഇത് തൊഴിലിനായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണോ അല്ല സേവനത്തിനായിട്ടുള്ള പോരാട്ടമായിട്ടാണോ മൊത്തത്തിൽ തോന്നുന്നത്? അത് അവർ പറയുന്ന മുദ്രാവാക്യം 3 പേരുടെ മുദ്രാവാക്യം വികസനം എന്നാണല്ലോ. വികസനം എന്നതിൻ്റെ അർത്ഥം കൺസ്ട്രക്ഷൻ എന്നാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കമ്മീഷൻ എന്നാണ്. അപ്പോൾ ഇവരിതിന് വേണ്ടി വെച്ചാൽ വികസനം നടത്താനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിക്കാനാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിന് ഭയങ്കര അഭേദ്യമായ ബന്ധമുണ്ട്. പലർക്കും തൊഴിലില്ല, ബിസിനസ് വേറെ ഏതെങ്കിലും വരുമാനമുള്ളവരും കുറവാണ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് വിങ്ങിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അവരുടെ ലൈഫ് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ നോക്കും പല ആൾക്കാരും കോൺഗ്രസ്സിലെ 1-2 ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആ അഡ്വക്കേറ്റായിട്ടുള്ള ഏതാണ് കുഴൽനാടൻ, ഇവരൊക്കെ വലിയ ഉദ്യോഗമൊക്കെ ഉള്ള ആളുകളായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കി നമ്മൾ നോക്കുമ്പോൾ ഒക്കെ നിങ്ങൾ പറഞ്ഞ പോലെ ഇത് തൊഴിലിന് വേണ്ടിയുള്ളൊരു മത്സരമായിട്ട് വേണമെങ്കിൽ ഇതൊക്കെ വിലയിരുത്താവുന്നതാണ്. അതിൽ സംശയമൊന്നുമില്ല. ഒരു കാര്യം ഉറപ്പിച്ചോ, 3 പേരുടെയും ലക്ഷ്യം വികസനമാണ്. വികസനം എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷനാണ്. റോഡ് പണിയുന്നു, കെട്ടിടങ്ങൾ പണിയുന്നു, കേരയിൽ ഉണ്ടാക്കുന്നു, അങ്ങനെയുള്ള വികസനം എന്ന് പറഞ്ഞാൽ അതാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 1000 കോടി റുപ്യയുടെ വികസനമാണെങ്കിൽ 20 കോടി രൂപ കമ്മീഷനാണെന്ന് ഏറ്റവും മിനിമം നമ്മൾ കരുതണം. അത് നടപ്പാക്കുന്ന മന്ത്രിക്ക് എത്തുന്നുള്ള അറിയുന്നതുകൊണ്ട് തന്നെ പാർട്ടി പറയും അതിൽ ഇത്ര കാശ് ഞങ്ങൾക്കുള്ളതാണത് 20 കോടിയിൽ, ബാക്കിയുള്ളത് ഈ ആൾക്ക് കിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടിക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി 2016 വന്നു. ആ സ്ഥാനാർത്ഥി ഒരു സ്ത്രീ ആയിരുന്നു. അവർ ഒരു പട്ടികജാതി കുടുംബത്തിൽ വന്നിട്ട് പറഞ്ഞു ഭയങ്കര ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട് വന്ന് ആകെ അവരുടെ വീട് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് അടിച്ച് ജയിച്ചു പോയി. 5 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ നടന്നപ്പോൾ വീണ്ടും അവരെ ജയിപ്പിച്ചു. ആ വർഷം അവരുടെ മകളുടെ വിവാഹം നടന്നു. ഈ യാതൊരു ഗതിയില്ലാത്ത ഈ സ്ത്രീ ആ കുട്ടീനെ ഏകദേശം 250 മുതൽ 300 പവനടിച്ചാണ് അവിടെ കൊണ്ടുവന്നിരുത്തിയത്. കഴിഞ്ഞ തവണ ആ സ്ത്രീക്ക് സീറ്റ് നിഷേധിച്ചു. ഇന്ന് ആ സ്ത്രീയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുകയാണ് CPI-ക്കാർ. അപ്പോൾ നമുക്കറിയാലോ ഈ രാഷ്ട്രീയവും എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് 5 വർഷം കൊണ്ട് ഇത്രയും പണം സമ്പാദിക്കാൻ കഴിയുന്നത്. അത് MLA ആയിട്ട് MLAക്ക് എന്ത് ശമ്പളം ഉണ്ട്, എങ്ങനെയുണ്ട്, എന്ത് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. ഇത് സാമ്പത്തികമായിട്ട് ഒരുപാട് ജീവിക്കാനുള്ള ആർഭാടമായി ജീവിക്കാനുള്ളൊരു സൗകര്യമാണ്. പിന്നെ പോലെ അധികാരം കയ്യിലുണ്ട്.
ആകർഷകമാണ് എം എൽ എ എന്ന് പറയുന്ന സ്ഥാനം ആകർഷകമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇതിൻ്റെ എന്തായാലും ഷാജിദ പറഞ്ഞ കാര്യം അർത്ഥശങ്കയ്ക്കിടയിലത് ഞാൻ പറയുന്നു. ഇതിൽ പ്രധാന കാര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, പണം ഉണ്ടാക്കൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു മിനിറ്റ്, ഇത് നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യച്യുതിയുടെ കാരണം തന്നെ ഇതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ പൊതുപ്രവർത്തകർക്ക് ഏതെങ്കിലുമൊക്കെ ജോലി ഉണ്ടായിരിക്കും, അത് ഇതുകൊണ്ട് അവർക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിലായാലും ഇന്ത്യയിൽ ഇതിലും വലിയ കഷ്ടമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എത്ര പേര് മാറിയത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല, പേടിച്ചിട്ടാണ്. ED വരുന്നത് പേടിച്ചിട്ട് കുറേ പേര് അങ്ങോട്ട് മാറും. ED വരുന്നത് പേടിക്കണമെങ്കിൽ എന്തെങ്കിലും അഴിമതി ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള ബുദ്ധിമുട്ട് ഇതാണ്. ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ രാവിലെ കർഷകൻ കൃഷിക്ക് പോയി കഴിഞ്ഞ് വന്ന് 10 മണിയാകുമ്പോഴാണ് അവർ നിയമസഭയിൽ പോകുന്നത്. അതുപോലെ അവിടെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ നിന്നിട്ട് അവർ യാത്ര ചെയ്യുക, അവിടുത്തെ മന്ത്രിമാരൊക്കെ. ഇവിടെയൊക്കെ എങ്ങനെയാണ്, ഒരു മന്ത്രി പോകണമെങ്കിൽ 4 വണ്ടി 5 വണ്ടി പിന്നാലെ. അപ്പോൾ അത് നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യച്യുതിയാണ്. അത് നന്നായാൽ മാത്രമാണ് കാര്യമുള്ളൂ. അതിന് രാഷ്ട്രീയക്കാർ ആ വഴിക്ക് വരണമെങ്കിൽ നമ്മൾ ആ വഴിക്ക് വരണം. നമ്മൾ നയിക്കുന്ന വഴി കൂടെ രാഷ്ട്രീയക്കാർ വന്നുകൊണ്ടിരിക്കും. അവർക്ക് ജയിക്കണം, വോട്ട് കിട്ടണം. ഏത് വഴിക്കാണ് വോട്ട് കിട്ടണം ആ വഴിക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒരു ആന്ധ്ര സ്വദേശിയാണ്. 30 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ തന്നെയുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയം അറിയാം, അതുപോലെ തന്നെ ഇന്ത്യയിലത്തെ രാഷ്ട്രീയം അറിയാം. നിങ്ങൾ ഇവിടെ മിക്കവർ പറയുന്നുണ്ട് UDF വണ്ണം ഇല്ലെങ്കിൽ ഇന്നാണ്. ഞാൻ 30 വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ കുടുംബപരമായിട്ട് ജീവിക്കുന്നത് കൊണ്ട് നോക്കുമ്പോൾ കേരളം ഒത്തിരി മുന്നിൽ തന്നെ ഞാൻ പറയും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർ മാറി വന്നുകൊണ്ടായിരിക്കും. സാറ് പറഞ്ഞ് ഇപ്പോൾ നിങ്ങളൊക്കെ കേരളത്തിൽ ഒന്നുകൊണ്ടാണ്, നിങ്ങൾ ഇവിടെ ജീവിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് പോരാൻ നിങ്ങൾ പറയുന്നത്. അതേ രീതിയിൽ നോക്കുമ്പോൾ തൊട്ട് തമിഴ്നാട് കഴിഞ്ഞ് ആന്ധ്ര തെലങ്കാന ഒക്കെ പോയാലുണ്ടല്ലോ, ഇപ്പോൾ BJPക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ് BJPക്ക് സപ്പോർട്ട് ചെയ്തുള്ള ഇപ്പോഴും എൻ്റെ നാട്ടിലുണ്ട്. തൊട്ടുകൂടിയും തിണ്ടുകൂടിയും എന്തുകൊണ്ട് മാറാത്ത? കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ, സാറ് പറഞ്ഞ് UDF തന്നെ വണ്ണമെന്ന് പറഞ്ഞു, തരിക്കിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. UDFിൽ തന്നെ ഒരു പ്രതിപക്ഷം, ഒരു ശരിയായുള്ള നിലപാടില്ലാത്ത പ്രതിപക്ഷക്ക് എങ്ങനെ ഭരണം വന്ന് ഈ നാട് നന്നാക്കും? ഈ സമൂഹത്തിന് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഞാൻ 30 വർഷം കൊണ്ട് ഞാൻ പഠിച്ചേക്കണാണ്. അത് ഞാൻ പറയാം, കുറച്ചുകൂടി പറയാനുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാലില്ലേ, ഞാനിവിടെ വേറൊന്നല്ല, കുടുംബപരമായിട്ട് എനിക്ക് 3 മക്കളാണ്, 3 പെൺമക്കളാണ്. പക്ഷേ എൻ്റെ 3 മക്കൾക്ക് ഇവിടെ നല്ല വിദ്യാഭ്യാസപരമായിട്ട് ആരോഗ്യപരമായിട്ട് എല്ലാ സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ, 2 അറ്റാക്ക് വന്നിട്ട് ഞാൻ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തേക്കാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഉത്തരേന്ത്യയിലോ ഇല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലോ നിങ്ങൾ കർണാടക, തമിഴ്നാട്, ആന്ധ്ര പോയി എനിക്ക് കിട്ടുമോ? കിട്ടത്തില്ല. അത് എന്തുകൊണ്ടാണ്? ഇവിടെ സർക്കാരുകൾ മാറി വന്നാൽ തന്നെയാണ് ഇവിടുത്തെ സമൂഹത്തിന് ഇത്തിരി ബോധമുള്ള സമൂഹം ഞാൻ 100% അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചിലവർ പറയാറുണ്ട്, പ്രബുദ്ധരെന്ന് പറയാറുണ്ട്, വിദ്യാസമ്പന്നരെന്ന് പറയാറുണ്ട്. ആ നോട്ടം വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അറിവുള്ള സമൂഹം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ 10,000, 20,000, 30,000 വരെ വോട്ട് മേടിക്കാൻ ഇപ്പോഴും ആളുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുക. ആ നടക്കണ ആരറിയാവോ? BJP, കോൺഗ്രസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പാർട്ടിയിലായുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഈ നാട് ഭരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഇത്ര പറഞ്ഞു, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇതാണ് ഇവിടെ UDF തന്നെ വരണം, കമ്മ്യൂണിസ്റ്റ് വന്നാൽ ശരിയാവില്ല എന്ന്. UDF വന്നാൽ 2,000 വെച്ച് പെൻഷൻ കൊടുക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരു ഉറപ്പില്ല. എന്തറിയോ, നേരം വെളുത്ത ഒരു നുണ പറയും, ഉച്ചക്കായി വേറൊരു നുണ. ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഉമ്മൻചാണ്ടി, മറ്റേ K. കരുണാകർ, അങ്ങനെയുള്ള മന്ത്രിസഭ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല മുഖ്യമന്ത്രിമാരൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രതിപക്ഷം മേധാവി ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോലും ഉണ്ടാവില്ല ഇത്ര നുണ പറയുന്ന ആൾ. എന്നിട്ട് ഇങ്ങനെയുള്ളവരൊക്കെ ഭരണത്തിൽ വന്ന് ഈ നാട് എങ്ങോട്ട് കൊണ്ടുപോകും? നിങ്ങൾ പറഞ്ഞല്ലോ. പക്ഷേ ഇത്ര സംസാരിച്ചിട്ട് എല്ലാം ശരി. ഇതിനിപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല. ഇത് UDFിൻ്റെ ഏതെങ്കിലും ഔദ്യോഗിക ആളുകൾ പറയേണ്ട കാര്യമാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇവർ ഒരു അഭിപ്രായം പറഞ്ഞു. രാഷ്ട്രീയത്തിലൊക്കെ അങ്ങനെയാണല്ലോ. ഇപ്പം നിങ്ങൾ ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് കരുതിയാൽ മതി. ഇതിനിപ്പോൾ ആരും ഡിഫെൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. നിങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, 30 വർഷമായി നിങ്ങളിവിടെ വന്നിട്ടെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു ഇവിടെ മാറി രാഷ്ട്രീയക്കാർ ഭരിച്ചത് പറഞ്ഞു. 30 വർഷം ഒരുമിച്ച് ഭരിച്ചൊരു പാർട്ടി ഉണ്ടായിരുന്നു, അത് ബംഗാളിലാണ്. അതുപോലെ ത്രിപുരയിലൊരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പൊ അവരെ നമുക്ക് 1000 രൂപ കൊടുത്താൽ വീടിന്റെ ഉമ്മർത്ത് കാണാം. അപ്പൊ അത് വരാതിരിക്കാനാണ് നമ്മൾ ഈ പറയുന്നത്. അത്രയ്ക്ക് പോണ്ടെന്നാ പറയുന്നുള്ളൂ. 30ലേക്ക് പോണ്ട, 10 നിന്നോ. അല്ലാതെ നിങ്ങള് വിചാരിക്കുന്ന പോലെ ഇത് പറയുന്നില്ല. ഇവിടെ 30 വർഷം ഭരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. നോർത്ത് ഇന്ത്യ രാഷ്ട്രീയമല്ലല്ലോ കേരളത്തിലാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. നോർത്ത് ഇന്ത്യ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ്, നമ്മൾ LDF വരണ്ട എന്നല്ല, ഇപ്പം ഞാൻ LDF വരണ്ട എന്നല്ല പറയണത്.
കണ്ടിന്യൂ തുടർഭരണം വന്നു കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ മൂല്യച്യുതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇടതുപക്ഷ പാർട്ടിയിൽ ഒരാൾ പോലും പാർട്ടിക്കെതിരെ പറയാറില്ല. അത്രയും ആരെങ്കിലും പറയണമെങ്കിൽ അവൻ പാർട്ടിയുടെ അത്രയും ടോപ്പായിട്ട് ലീഡേഴ്സ് മാത്രമേ എതിരെ പറയാറുള്ളൂ. ഇപ്പോൾ ലോക്കൽ ആൾക്കാരും പറഞ്ഞു തുടങ്ങി. അത് തുടർഭരണം CPM തന്നെയല്ല, ഇടതുപക്ഷത്തിന് തന്നെയല്ല, കോൺഗ്രസിനും നഷ്ടമാണ്. ഇനി അടുത്ത തുടർഭരണം CPM വീണ്ടും ജയിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു കോൺഗ്രസ് പാർട്ടിയുടെ പകുതി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഭരണം കിട്ടാണ്ട് ഓരോ അധികാരം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ പോകുമ്പോൾ അതിൽ നല്ലൊരു വിഭാഗം പോകുന്നത് സംഘപരിവാറിൻ്റെ കൂടെ ആയിരിക്കും. അതിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. അതുകൊണ്ടാണ് പറയണത് 2 ടേണൊക്കെ കഴിയുമ്പോൾ ഞാനൊരു ഇടതുപക്ഷ സപ്പോർട്ടറാണ്. സജീവൻ ചേട്ടൻ പറഞ്ഞോണം പാർട്ടിയുടെ അംഗമൊന്നുമല്ല. എൻ്റെ അടുത്ത് അവർ വന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ കാരണം കരുവന്നൂർ ഇഷ്യൂ വന്നപ്പോൾ എല്ലാവർക്കും ഒന്ന് പൊള്ളി. അപ്പോൾ പാർട്ടി മെമ്പറല്ലാത്ത ആളും പൊതുവെ നാട്ടിൽ കുഴപ്പമില്ലാത്ത ഒരാളും വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞു മെമ്പർഷിപ്പ് ഒന്നും എടുക്കില്ല, പാർട്ടിയുടെ ആരുമല്ല, പാർട്ടി പരിപാടികളും വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ്. പക്ഷേ ഇടതുപക്ഷ പാർട്ടി LDFൻ്റെ നാളത്തെ ഭാവി നന്നായിരിക്കണമെങ്കിൽ തുടർഭരണം വേണമെങ്കിൽ ഒരു ടേണും കൂടെ ഭരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, അടുത്ത ടേണും ഭരിച്ചോട്ടെ. പക്ഷേ 15 വർഷത്തിലും മേലേക്ക് പോകുമ്പോൾ അത് വളരെ ദോഷം ചെയ്യും. അത് നമ്മുടെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞപ്പോൾ പലർക്കും അത് വിഷമായി. പക്ഷേ സത്യാവസ്ഥ അതാണ്. നമുക്കത് നിർത്തണം, അടുത്ത പരിപാടിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംസാരിച്ചോ. നമസ്കാരം. ഒരു ചോദ്യം ചോദിക്കാം. നമുക്ക് എങ്ങനെ ഒരു MLA വിലയിരുത്താം? നല്ല ആളാണോ മോശം ആളാണോ? പല അഭിപ്രായങ്ങളും പറഞ്ഞു. ഈ 5 കോടിയാണ് ഒരു വർഷം MLAക്ക് കൊടുക്കുന്നത്. ആ വികസനത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഒരു MLA വിലയിരുത്തുന്നത്? നമുക്ക് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ നിയമസഭയിൽ ആൾ ചോദിക്കുന്ന ചോദ്യങ്ങളോ ആൾ കൊണ്ടുവരുന്ന കാര്യങ്ങളുടെ ബേസിലല്ലേ വിലയിരുത്താൻ പറ്റുള്ളൂ. നമ്മൾ ഈ 5 കോടി ഒരു വർഷം ചിലവഴിക്കുന്നതിൽ വിലയിരുത്തൽ മാറ്റേണ്ട സമയമായില്ലേ? അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് കാണുന്നില്ല. ഞാൻ കാണുന്നത് നമ്മളുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരാൾ വേണം. വെറുതെ പാവമായിട്ടുള്ള നല്ലൊരാൾ കിട്ടിയിട്ട് കാര്യമില്ല. ഒന്നാമത് പ്രാപ്തി വേണം, രണ്ടാമത് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ വേണം, മൂന്നാമത് നമ്മൾക്ക് ഏത് സമയത്തും ആളായിട്ട് കോണ്ടാക്ട് ചെയ്യാനോ ഒക്കെ പറ്റുന്ന ഒരാളായിരിക്കണം. അതോടൊപ്പം നമ്മളോട് കൂടി സഹകരിച്ച് സഹാനുഭൂതിയോടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരാൾ വേണം. അല്ലാതെ നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ മറ്റൊരു ലെറ്റർ വേണം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം, അങ്ങനെയല്ല. നമ്മളെപ്പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നാടിനെ സ്നേഹിക്കുന്ന കഴിവുള്ള പ്രാപ്തനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുക. അങ്ങനെ ആരും നമ്മുടെ മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഞാൻ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നതാണ്. ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ ടോട്ടൽ കടം എന്ന് പറയുന്നത് UDF ഗവൺമെൻറ് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ടോട്ടൽ കടം എന്ന് പറയുന്നത് 55 ലക്ഷം കോടി രൂപയോളാണ്. ഇന്ന് ഇന്ത്യയുടെ ടോട്ടൽ കടം എന്ന് പറയുന്നത് 314 ലക്ഷം കോടി രൂപയാണ്. അതിൽ 200 കോടി രൂപയോളം കേന്ദ്ര ഗവൺമെൻറ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കടമാണ്. ഇവിടെ LDF പാർട്ടി ഇതിനു മുമ്പ് ഇറങ്ങുന്ന സമയത്ത് കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 80,000 കോടി രൂപയോളാണ്. അതിനുശേഷം UDF ഇറങ്ങുന്ന സമയത്ത് 1.57 ലക്ഷം കോടി രൂപയോളാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2.3 ലക്ഷം കോടി എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ 4.6 ലക്ഷം കോടി രൂപയോളാണ്. ഇതിൽ CAG റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയിട്ടുള്ള 2 ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് KSEBയും ഒന്ന് KSRTCയും ആണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗതാഗത മിനിസ്റ്റർ അധികാരത്തിൽ വരുന്ന സമയത്ത് KSRTC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടോട്ടൽ കടം എന്ന് പറയുന്നത് 14,000 കോടി രൂപയോളാണ്. ആ 14,000 കോടി രൂപയിൽ നിന്ന് 17,000 കോടി രൂപയിലേക്കാണ് ആ കടം കൂടിയിട്ടുള്ളത്, അതായത് 3,000 കോടി രൂപയോളം. അതിൽ നഷ്ടമെന്ന് പറയുന്നത് 1,300 കോടി രൂപേനേക്കാളും കൂടുതലാണ് നഷ്ടമെന്ന് പറയുന്നത്. എന്നിട്ടും KSRTC ലാഭത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ പെട്രോൾ പമ്പിലെ ജീവനക്കാരുണ്ട്, അതേപോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് മിനിമം 20,000 രൂപ പോലും സാലറി കിട്ടാത്ത ആൾക്കാരുണ്ട്. ഇന്ന് നമ്മളുടെ കുടുംബത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ദിവസത്തെ ചിലവ് എന്ന് പറയുകയാണെങ്കിൽ 500 രൂപയിൽ നിൽക്കില്ല ഭക്ഷണം കഴിച്ച് പോകണമെങ്കിൽ. അതിൽ രോഗികളുണ്ടെങ്കിൽ, കുട്ടികളുടെ പഠനം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 1000 രൂപയെങ്കിലും വേണം. അപ്പോൾ ഇന്ന് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ട് ആൾക്കാർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ചിലർ 15,000 രൂപയിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പക്ഷെ അവർ കടമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അവർ ജീവിക്കുന്നുണ്ട്, പക്ഷെ കടമില്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഭരണം മാറി മാറി വരുമ്പോഴും ഇവിടെ കടമില്ലാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെടണം. ഈ പറയുന്ന പോലത്തെ ഉള്ള റിപ്പോർട്ടുകൾ പ്രസിഡന്റിൻ്റെ കീഴെ വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരാവാത്തോടത്തോളം
ജനങ്ങൾ നിരന്തരമായിട്ട് വഞ്ചിക്കപ്പെടുന്നുള്ളതാണ്. ഒരേപോലെയാണ് പറ്റിക്കപ്പെടുന്നത്. ഓരോ പ്രാവശ്യം കടങ്ങൾ കൂടുക, ബാധ്യതകൾ കൂടുക എന്നല്ലാതെ ഒരു ഗവൺമെൻറ് അതോറിറ്റീനെ പോലും സക്സസ് ആക്കാനായിട്ട് ഈ പറയുന്ന UDF-നോ LDF-നോ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല. BJP-ക്ക് ഇനി കഴിയാനും പോകുന്നില്ല. അപ്പോൾ ജനങ്ങൾ ബോധവാന്മാരാവാത്തോടത്തോളം ഇവിടെ ഒരു മാറ്റം സാധ്യമല്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥികളിലേക്ക് ജനങ്ങൾ തിരിയേണ്ടതുണ്ട്. അവിടെ വിജയം ഉറപ്പാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJP ജയിക്കാനുള്ള സാധ്യതകളിലേക്കാണ് പോകുന്നത്. നമ്മുടെ മുന്നിലുള്ള ചോദ്യം നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമല്ല, കടുവയും സിംഹവും തമ്മിലുള്ള പോരാട്ടമാണ്. കടുവ ഒറ്റയാനാണ്, അത് മാനെ പിടിച്ച് തിന്നും. സിംഹം മാനെ പിടിച്ച് തിന്നും. സിംഹം എപ്പോഴും കൂട്ടമായിട്ടാണ് ജീവിക്കുന്നത്, കടുവ ഒറ്റയ്ക്കാണ്. അപ്പം നമുക്ക് കടുവയുടെ ഭരണം വേണോ സിംഹത്തിൻ്റെ ഭരണം വേണോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതെ, നമുക്ക് ഇത് അതിൻ്റെ കാരണം ഈ വിഷയം നമുക്കിപ്പോൾ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവരുടെ അഭിപ്രായങ്ങളുണ്ടായിരിക്കും. അവസാനം അടിച്ച് പിരിയും. നമുക്ക് അത്രയ്ക്ക് പോകണ്ട. അതുകൊണ്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാൻ തോന്നുന്നു. എന്തായാലും നന്നായിരുന്നു. നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഒന്ന് ഉണർന്ന് എണിപ്പിച്ചിരുത്തിയ ഒരു സെഷനായിരുന്നത്. എല്ലാവർക്കും നന്ദി.